നിങ്ങളെല്ലാവരും നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയൂല. നിങ്ങളൊക്കെ 5 വഖത്ത് നിസ്കരിക്കുന്നവരാ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുന്ന സഹോദരിമാര് മുഴുവനും നിസ്കരിക്കുന്നവരാ, ഒരാൾ പോലും നിസ്കരിക്കാത്ത. നമ്മളെല്ലാവരും നിസ്കരിക്കുവടോ, പക്ഷെ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ. നിസ്കരിക്കും എല്ലാവരും, പക്ഷെ സമയത്ത് നിസ്കരിക്കൂല. നമ്മുടെ ജോലിയും തിരക്കും എല്ലാം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അങ്ങോട്ട് വന്നിട്ടൊരു നിസ്കാരമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ പെങ്ങളെ, ഉച്ചയ്ക്ക് 12:15 എങ്ങാണ്ട് മുഅദ്ദിൻ കിടന്ന് വിളിക്കും, ഹയ്യാല സലാ ഹയ്യാല ഫല. നീ മീൻ വെട്ടും, നീ പച്ചക്കറി അരിയണം, ചോറ് വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, വീട് തൂക്കണം, കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് 2:45 3 മണിയാകുമ്പോ നീ ഒരു പോക്കുണ്ടോ ലോഹർ നിസ്കരിക്കാൻ. അത് ഏത് മദ്ഹബാ പെങ്ങളെ? നിനക്കൊക്കെ തോന്നുമ്പോ പോയി നിസ്കരിക്കാനുള്ളതല്ല നിസ്കാരം. പിന്നെന്തിനാ ഈ 12:15 ഈ മുഅദ്ദിൻ കിടന്ന് വിളിക്കുന്നത്? 3 മണിക്ക് വിളിച്ചാ പോരെ? എന്റെ പൊന്നാര ഉമ്മ, നിനക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട് സമയം. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നിസ്കരിക്കണം, അല്ലാതെ നിനക്ക് തോന്നുമ്പോ പോയി ചെയ്യാനുള്ളതല്ല നിസ്കാരം. എടാ, അള്ളാഹ് നിസ്കാരം സമയം വെച്ചിട്ടുണ്ട്, ആ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം, അല്ലാതെ വല്ലപ്പോഴും പോയി ചെയ്യാനുള്ളതല്ല നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് തോന്നുമ്പോ പോയി ചെയ്യാനുള്ളതല്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم من صلاتهم ساهون الذين هم يراعون ويمنعون الماعون. ഇങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ 2:30 3 മണിക്കും പോയി നിസ്കരിക്കുന്ന പെണ്ണിനാ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാതെ കള്ളുകുടിയനും പെണ്ണുപിടിയനുമല്ല. ഈ സമയത്ത് നിസ്കരിക്കാതെ അലംഭാവം. അപ്പൊ ഉസ്താദെ, കരി പറ്റിയ മീൻ പറ്റിയ കുളിക്കണമെന്ന് നീ എവിടെ പഠിച്ചിരിക്കുന്നത്? കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ പറ്റിയതാണോ? മീനിന്റെ ചെതമ്പല് പറ്റിയ കുളി നിർബന്ധമാകുവോ? കരി പറ്റിയ കുളി നിർബന്ധമാകുവോ? ശരീരത്തിൽ വിയർപ്പ് പറ്റിയ കുളി നിർബന്ധമാണോ? വീട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന പെണ്ണ് കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല എന്ന് നീ എവിടെ പഠിച്ചിരിക്കുന്നു? ഇത് വലിയ ശുദ്ധിപ്പെട്ട കാര്യമാണ്. എന്റെ പെണ്ണ് കയ്യും കാലും കഴുകിയിട്ട് നീ പോയി നിസ്കരിക്കണം. കരി പറ്റിയ കഴുകിയിട്ട് നിസ്കരിക്കണം, മീൻ പറ്റിയ കഴുകിയിട്ട് നിസ്കരിക്കണം. കുളിക്കണം നിർബന്ധമില്ലല്ലോ. നീ ഈ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഉസ്താദെ കട ഉസ്താദെ കട എന്തോ ജോലിയാ ഉസ്താദെ. പടച്ചവനെ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന അത് മുഅദ്ദിന്റെ ജോലിയുടെ. അങ്ങനെ ശമ്പളം കൊടുത്ത് തീർത്തിരിക്കണ ബാങ്ക് വിളിക്കുക, നിസ്കരിക്കുക. ഇമാമിന്റെ ജോലി. എനിക്കിതൊന്നുമില്ല. കട കച്ചവടം ജോലി. പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു, പോന്നില്ലേ? കസ്റ്റമർ വന്ന ചങ്ങായി എന്ത് ചെയ്യും? എടാ പൊന്നാര ചങ്ങാതി, കട തന്നതാരാ അല്ല, കച്ചവടം തന്നതാരാ അല്ല, പൈസ തന്നതാരാ അല്ല, നിനക്ക് ആരോഗ്യം തന്നതാരാ അല്ല. ആ അള്ളാഹിക്ക് ഒന്നുകൂടെ അറിയാം. പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തോർത്തു വിരിച്ചിട്ട് നിന്നെ ഇരുത്താനും അള്ളാഹിക്ക് അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിക്ക് രണ്ടും അറിയാം. ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. തരാൻ മാത്രമല്ല അള്ളാഹിക്ക് അറിയണത്, തിരിച്ചെടുക്കാനും അള്ളാഹിന് അറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം അലംഭാവം. എടാ, നീ എന്തിനാ ഈ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നേ? മക്കൾക്ക് തിന്നാൻ കൊടുക്കാനല്ലേ, ഭാര്യക്ക് തിന്നാൻ കൊടുക്കാനല്ലേ? ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം. ഇതിനല്ല നീ കിടന്ന് കഷ്ടപ്പെടുന്നേ. അള്ളാഹ് പറഞ്ഞല്ലോ ഞാൻ തരാന്ന്. നീ എന്തിനാ കഷ്ടപ്പെടുന്ന? ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തരാടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന ആരാ? നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കണ നിങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ആരാ? നിങ്ങൾ ആരെങ്കിലും ആണോ? അല്ലടോ, പള്ളിയിലെ ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കഴിക്കണത് ആരാ? ഉസ്താദ് പറയുന്നത് കൊളസ്ട്രോൾ ഇറച്ചി വേണ്ടാണ്. ഇവിടുത്തെ എടാ, ഏറ്റവും നല്ല ഫുഡ് കഴിക്കണത് ആരാ? ഇവിടുത്തെ കോടീശ്വരന്മാരാ, ഉസ്താദന്മാര്. അൽഹംദുലില്ലാഹ്, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ അൽഹംദുലില്ലാഹ് നല്ല ഫുഡും കഴിച്ച്. പണ്ട് ഒരു ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഓടിയില്ലേ? ഉസ്താദന്മാരുടെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്ക് ജീവിതം എങ്ങനെ ഉണ്ടെന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടാ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഉസ്താദിന് അല്ലാഹു കൊടുത്തേക്ക. ഇപ്പൊ എനിക്ക് ഇന്ന് ഇവിടെ ഫുഡ്, നാളെ എനിക്ക് എവിടെന്നറിയില്ല. നാളെ എനിക്ക് രാവിലെ എവിടെ ഫുഡ് എന്ന് എനിക്കറിയില്ല. ആലപ്പുഴയിലും കണ്ട നാളെ ഉച്ചയ്ക്ക് എവിടാന്ന് എനിക്കറിയില്ല, രാത്രി എവിടാന്നറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫുഡിന്റെ വിഷയത്തിൽ ഏത് ഹോട്ടലിൽ പോയാലും ആരെങ്കിലും വരും. അൽഹംദുലില്ലാഹ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ അള്ളാഹു ഫുഡ് തരുവടോ. ഏറ്റവും നല്ല ഭക്ഷണം പടച്ച റബ്ബ് തരും. എന്തുകൊണ്ട്? 5 വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ പ്രസിഡന്റ് ഇല്ലെങ്കിലും ഖതീബ് വരാറുണ്ട്.
നിങ്ങൾ ആര് വന്നില്ലെങ്കിലും മുഅദ്ദിനും അസിസ്റ്റന്റ് ഉസ്താദ് ഇമാമും ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ ചങ്ങാതിമാർക്ക് അള്ളാഹു മരിക്കുന്നവരെ കൊടുക്കാന്ന് റബ്ബ് പറഞ്ഞിരിക്കുക. പിന്നെ എന്നാ പേടിക്കാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അള്ള പറഞ്ഞതല്ലേ. നിങ്ങൾ നോക്കിക്കോ, ഖുർആൻ പറയണം, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്ന ഞാനാ റബ്ബ്, ഞാൻ തരും ഭക്ഷണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജെ അപ്പൊ ജോലിക്കൊന്നും പോണ്ടേ? അപ്പൊ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ബുദ്ധി കൂടിയതിന്റെ ചോദ്യവാ. ഞാൻ തിരിച്ചു ചോദിക്കും, നീ പള്ളിക്കുഴി പോയ ആര് കൊടുക്കും? ഈ പറയുന്ന നീ ഇന്ന് രാത്രി മരിച്ചു, നാളെ ലോഹറിന് മുമ്പ് നിന്നെ കൊണ്ടുപോയി കുഴിച്ചിടുവല്ലോ, നീ അപ്പൊ എങ്ങനെ പാഴ്സലയക്കോ കബറിൽ ആഹാരം ഭാര്യക്കും മക്കൾക്കും? ഇല്ലല്ലോ, അല്ല കൊടുക്കൂലേ? അല്ല പറഞ്ഞു, ഞാൻ തരും ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒക്കെ ഈ ഖുർആനി വിശ്വസിക്കണം, ചുമ്മാ നടന്നാ പോരാ. ഇത് ഖുർആനാ ഞാൻ പറഞ്ഞ, കഥയോ ചരിത്രമോ സിനിമാ കഥയൊന്നുമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ല പറഞ്ഞു, ഞാൻ തരും ഭക്ഷണം, ഞാൻ തരും ഭക്ഷണം. നിസ്കരിക്കാൻ പഠിപ്പിക്കും മക്കളെ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണോന്നാ പഠിച്ചിരിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. മക്കളെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾക്ക് അറിയാലോ പൊക്കോ ഇല്ലയോ എന്ന്. നിങ്ങൾ എന്തിനാ തിരിഞ്ഞു നോക്കരുത്? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ വാപ്പ ആരാ ഒന്ന് പൊക്കിക്ക്. ഉമ്മമാരെന്ന് പൊക്കിക്കുക. നിസ്കരിക്കാത്തതിന്റെ പേര് മോളെ തല്ലി ബിൽഡിംഗ് ഇടിഞ്ഞു വീഴരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ 5 നേരവും ജമാഅത്തായി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ ചോറുന്ന ആളാ. അള്ളാഹു ഈമാൻ തരുമാറ. ഇതവസ്ഥ. മക്കളെ എങ്ങാനും തല്ലാൻ വാപ്പ പോയാ, വാപ്പ കമ്പുമായിട്ട് മക്കളെ തല്ലാൻ പോയാ വാപ്പാനെ നോക്കിയിട്ട് മക്കള് ചിരിക്കും. പണ്ടൊരുത്തം പോയിട്ട് ഹജ്ജിന് പോയപ്പോ ജംറയിൽ പോയി കല്ലെറിഞ്ഞു. കല്ലെറിയുന്ന ശൈത്താനെയാണത്രേ. ശൈത്താനല്ലേ എറിയുന്നത്. ഒരാൾ കല്ലെറിയുമ്പോ ശൈത്താൻ ചോദിക്കുന്നുണ്ട്, അളിയാ നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. നീ എന്നെ എറിയുന്നോടാന്ന്. ഇതുപോലെ വാപ്പ മക്കളെ നിസ്കരിക്കാത്തതിന്റെ പേര് തല്ലാൻ പോയാ അത്താ വാപ്പായെ നോക്കിയിട്ട് ചിരിക്കും. നിങ്ങൾ ആദ്യം ഒന്ന് പള്ളിയിൽ പോ വാപ്പ, പിന്നെ എന്നെ തല്ലാൻ പോ. ആദ്യം നിങ്ങളൊന്ന് പോ. ഇതാ നമ്മുടെ അവസ്ഥ. ഇതാണോ നമ്മുടെ അവസ്ഥ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്ക് തെണ്ടാതെ ഭക്ഷണം വേണോ? ആരുടെ മുമ്പിലും കൈ നീട്ടണ്ട. അല്ല പറയുകയാ, ഞാൻ തരും, പക്ഷെ നീ 5 നേരം നിസ്കരിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2, നിനക്ക് എന്താ വേണ്ടേ? അപ്പൊ ആഹാരം കിട്ടി. ദുനിയാവിൽ അതല്ലേ വേണ്ടത്? അതിനല്ലേ തട്ടുകടയും ആ കട ഈ കട ഉറക്ക എന്തെല്ലാം പാടും പഠിച്ചു. അപ്പൊ ഭക്ഷണം അള്ളാഹ് തരാന്ന് പറഞ്ഞു. ഇനി 2, ഈമാനുള്ള മരണം വേണം. ഇതല്ലേ ദുനിയാവി വേണ്ടത്? രണ്ടാമത്തെ ആഗ്രഹം എന്താ? നല്ല മരണം. അല്ലാഹു പറയുകയാണ്, വൽആഖിബത്തു ലിത്തഖ്വാ, ഞാൻ തരാം നല്ല മരണം. നിനക്ക് വേണോ പെങ്ങള്? അല്ലാഹു പറയുകയാണ്, നല്ല മരണം ഞാൻ തരാം. പഠിച്ചവരെ, നീ ഉമ്മയുടെ കഥ പറയും, നിന്റെ ഉപ്പുപ്പയുടെ കഥ പറയും. ഉസ്താദേ, വെള്ളിയാഴ്ച രാവിലാണ് മരിച്ചത്. സംസം വെള്ളം കുടിച്ചിട്ടാണ് മരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല. അല്ലാഹു അവർക്ക് നല്ല മരണം കൊടുക്കാനുള്ള കാരണം ഒരു വഖത്ത് പോലും അവര് കളയാക്കില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നല്ല മരണം വേണോ? നല്ല മരണം വേണോ? ഞാൻ തരാം. വൽആഖിബത്തു ലിത്തഖ്വാ, നല്ല മരണം തരാമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്താണ് നല്ല മരണമെന്നെങ്കിലും നമുക്കറിയുമോ? നല്ല മരണം എന്താണെന്ന് നമുക്കറിയില്ല. നല്ല മരണം എന്താണെന്ന് നമുക്കറിയില്ല. പടച്ചവനെ, നല്ല മരണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു മരണം പറഞ്ഞു തരാ. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. ഒരു സാമ്പിള് പറഞ്ഞു തരട്ടെ. നിസ്കരിച്ചാൽ അല്ലാഹു കൊടുക്കുന്ന ഒരു മരണം ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ശത്രുക്കളുടെ കയ്യിൽ കെട്ടുകയാണ്, ഖുറൈശികളുടെ കയ്യിൽ കെട്ടുകയാണ്. പടച്ചവനെ, ഹുബൈബിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് അവര് പറഞ്ഞു, ഹുബൈബ്, നീ
മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ശത്രുക്കൾ പറയുകയാണ്, നീ ഇസ്ലാം മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഉബൈബ് പറഞ്ഞു, വരൂല, കൊന്നുകളയുമടാ ഹുബൈബ്, നിന്നെ കൊന്നുകളയുമടാ ഹുബൈബ്, കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ അവര് പറഞ്ഞു, ഹുബൈബേ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, അധികാരം തരാ, നീ കാണിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ കിടത്താ, നിന്റെ കൂടെ കിടത്താ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് തരാ, ഈ മതം കളഞ്ഞിട്ട് പഴയതുപോലെ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ആസ്വദിച്ച് ജീവിക്കാം. ഉബൈബ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ മതം മാറൂല. പടച്ചവനെ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി. അവര് പറഞ്ഞു, ഇവനെ പരസ്യമായിട്ട് കൊല്ലണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ തൂക്കിലേറ്റണം, ഇനി ഒരാളും മതം മാറരുത്, ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. അങ്ങനെ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന സ്വഹാബിയെ തൂക്കിലേറ്റാ തീരുമാനിച്ചു. കഴുകുമരം തയ്യാറാക്കുകയാണ്. ഹുബൈബിനോട് ചോദിച്ചു, ഹുബൈബേ നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാടാ, നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹമുണ്ടെങ്കിൽ നീ പറ, ഞങ്ങൾ എന്തു പറഞ്ഞാൽ സാധിപ്പിച്ചു തരാ. ഉബൈബ് തങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഉബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? ഉബൈബ് തങ്ങൾ പറയുകയാ, എനിക്കും മരിക്കുന്നതിന് മുമ്പൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? പടച്ചവനെ ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്ന് നമസ്കാരം നിർത്തി. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ആദ്യമായിട്ടാ ചെറുതോതിയത്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാഹ്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പടച്ചവരൂ, ഞാൻ വലിയ സൂറത്തോതിയിട്ട് നിസ്കാരം നീട്ടിയ ഇവന്മാര് പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, അതുകൊണ്ടാണ് പടച്ചവന്. ഉബൈബ് തങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചു. അതാ കൈകാലുകൾ കെട്ടുകയാണ്, കഴുകുമരത്തിന്റെ മുകളിലേക്ക് അവർ കയറ്റുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി മുഖം മറയ്ക്കാൻ പോകുമ്പോ അവര് പറഞ്ഞു, ഹുബൈബിന്റെ മുഖം മറക്കരുത്, എല്ലാവരും കാണട്ടെ, ഇവൻ കിടന്ന് കരയുന്നത് കാണട്ടെ. പടച്ചവനെ, ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കിബിലയുടെ നേരെ നിർത്തണേ. അവര് കിബിലയുടെ നേരെ നിർത്തിയില്ല. ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ പിന്നെയും വന്ന് ചോദിച്ചു, ഹുബൈബേ മതം മാറുമോ? ഹുബൈബേ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എങ്കിലും നീ മതമൊന്നും മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറ, അള്ളാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും മോശമായിട്ടൊരു വാക്ക് പറ, നിന്നെ ഞങ്ങളെ ജീവനോടെ തിരിച്ചുവിടാ. ഉബൈബ് തങ്ങൾ പറഞ്ഞു, നിന്നെ കൊന്നാലും ഞാൻ പറയൂല, എന്റെ നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കൂല. ഉബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ എന്നെ എങ്ങനെ കൊന്നാലും എനിക്കൊന്നുമില്ല, തൂക്കി കൊല്ലുകയോ വെട്ടി നുറുക്കുകയോ എങ്ങനെ വേണമെങ്കിലും കൊന്നോ, ഞാൻ മുസ്ലിമായിട്ടല്ലേ മരിക്കുന്നത്, എനിക്ക് ഷഹീദിന്റെ കൂലിയല്ലേ, എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? ശത്രുക്കൾക്ക് വല്ലാത്ത കോപം വന്നടോ. ഉബൈബ് തങ്ങളുടെ വയറ്റിലും നെഞ്ചിലും കുന്തം അവിടുന്ന് കുത്തിയിറക്കുകയാണ്, പച്ച ഇറച്ചി വലിച്ചു പറിക്കുകയാ. ഉബൈബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഉബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാ.
കഴുകുമരത്തിൽ കിടന്ന് കരയുകയാ. ഉബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് കരയുമ്പോ താഴെ നിന്ന് ചിരിക്കുകയാണ്. അവര് രസിക്കുകയാണ്, അവര് പരിഹസിക്കുകയാ. ഉബൈബ് തങ്ങൾ മരണപ്രാളത്തിൽ കടന്ന് പിടയുന്നത് കണ്ടപ്പോ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ശത്രുക്കൾ ഇത് കണ്ടെന്ന് ആനന്ദിക്കുകയാണ്. പടച്ചവരെ, ഉബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ അതാ വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഹുബൈബേ, കരയല്ലേടാ ഹുബൈബേ, പേടിക്കല്ലേ ഹുബൈബേ, എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്, എന്തിനാ നീ പേടിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയുകയാ, നിസ്കരിക്കുന്ന വാപ്പമാരോട്, നിസ്കരിക്കുന്ന പെണ്ണുങ്ങളോട്, നിങ്ങളുടെ മരണമാണോ ഞാൻ പറയുന്നത്? അമ്മ നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന മരണമാണ് പറയുന്നത്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറയുന്നു, പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബേ, വിളിച്ചു പറയടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, ഇടിത്തീ വീണതുപോലെ അതുവരെ ചിരിച്ചവന്മാരുടെ കണ്ണ് തെള്ളിയടോ, കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോഴാണ് ഹുബൈബ് വിളിച്ചു പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭയന്നു പോയടോ. എന്നിട്ട് ഹുബൈബിനോട് പറയുന്നു, ചിരിക്കടാ ഹുബൈബ്, ഇനി ചിരിക്കടാ ഹുബൈബ്, ഇത്രയും നേരം ഇവന്മാര് ചിരിച്ചല്ലോ, ഇനി നീ ചിരിക്കടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിരി കാണാൻ, തൂങ്ങി മരിക്കുന്നവന്റെ മുഖം കാണാ പേടിയാടോ, കണ്ണ് തള്ളുമല്ലോ, പടച്ചവനെ നാവ് കടിച്ചു മുറിക്കുമല്ലോ, അതാ മലമൂത്ര വിസർജനം നടത്തുമല്ലോ, ശരീരം മുഴുവനും കീറി മുറിക്കുമല്ലോ, അവന്റെ മുഖം കറുക്കുമല്ലോ, കാണാൻ വല്ലാത്ത പേടിയാട്. എങ്കിലും ഹുബൈബിനെ കാണാൻ തിരക്കായിരുന്നു. ഹുബൈബിന്റെ ചിരി കാണാൻ, ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടടോ. പടച്ചവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു. പടച്ചവനെ, കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. കഅബാലയത്തിന്റെ നേരെ മരിച്ചു കിടന്നപ്പോഴും തലയങ്ങോട്ടായിരുന്നു. ചിരിക്കുന്ന മുഖത്തോട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് യാത്ര പറയുകയാ. നിസ്കരിക്കുന്ന വാപ്പാ, നീ മരിക്കാൻ കിടക്കുമ്പോ സഹാദത്ത് കലിമ പറഞ്ഞു തരാം. മക്കള് വേണ്ട, കൂടപ്പറപ്പ് വേണ്ട, ഭാര്യ വേണ്ട, കുടുംബക്കാര് വേണ്ട, പിന്നെ ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും, ബാപ്പാ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മലക്കുകൾ നിന്നോട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറമനുഷ്യാ, ഞങ്ങൾ ആരാണെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ. മലക്കുകൾ പറഞ്ഞു തരും. ഉമ്മമാര്, നിസ്കരിക്കുന്ന ഉമ്മമാരോട് പറയുകയാ, നിങ്ങൾക്കും മലക്കുകൾ ശഹാദത്ത് കലിമ പറഞ്ഞു തരും. അങ്ങനെയുള്ള മരണമാ അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ മുഖം കണ്ടവര് നിങ്ങളെ മറക്കൂല. നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണ്, നിന്റെ ചുണ്ടില്
വല്ലാത്ത പുഞ്ചിരിയാണ്, നിന്റെ നെറ്റിത്തടം വിയർക്കുകയാണ്. പടച്ചവരെ, നിന്റെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാണ്. നീ മരിച്ചെന്ന് കേൾക്കുമ്പോ മക്കളോടി വരികയാ. ഓടി വന്നിട്ട് ഉപ്പാടെ മുഖം കാണുമ്പോ, ഉമ്മയുടെ മുഖം കാണുമ്പോ മക്കള് ചോദിക്കുന്നു, എന്തൊരു ചിരിയാ വാപ്പാ. എന്റെ ഉമ്മ ജീവിച്ചിരുന്നപ്പോ ഇതുപോലെ പ്രകാശമില്ലായിരുന്നു. ഉമ്മയുടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാ. മരിച്ചു കിടക്കുന്ന റൂമിനകത്ത് പോലും വല്ലാത്ത പരിമളമാ. ചെറുപ്പക്കാരാ, ഉപൈബദങ്ങൾ മരിച്ചതെങ്ങനെയാ മോര്? ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബദങ്ങളുടെ മരണമാടാ ഞാൻ പറഞ്ഞത്. ജനാസ കൊടുത്തില്ല. ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ്. അവര് പറഞ്ഞ് ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ, അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കരുത്, മുഹമ്മദിന് ജനാസ പോലും കൊടുക്കരുത്. കാവല് നിൽക്കുകയാ. ഉബൈബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കടക്കുവാൻ തുടങ്ങി. ഒരുപാട് സമയമായി. നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സഹാബാ, ആരാ എന്റെ ഹുബൈബിനെ കബറടക്കുന്നതാരാ? യാ റസൂലല്ലാഹ്, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. ഒരു സ്വഹാബി തയ്യാറാവുകയാണ്. അങ്ങനെ ഹുബൈബ തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ കാവല് നിൽക്കുന്നവന്മാര് കള്ളു കുടിക്കുകയാ. കാവല് നിൽക്കുന്ന ശത്രുക്കള് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്വഹാബി വര്യം നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വരികയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാ സുന്ദരിയായ ഒരു പെണ്ണ് ഓടി വരികയാണ്. ശത്രുക്കളോട് വന്നിട്ട് ചോദിക്കുന്ന, ഹുബൈബിന്റെ തലയെവിടെ? ഹുബൈബിന്റെ തലയെവിടെ? എന്തിനാ പെണ്ണെ തീ പുഴുത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? അവള് പറഞ്ഞത് എന്തെന്നറിയുവോ? ഹുബൈബിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളുടിച്ചു കുടിക്കണം. നിങ്ങളിൽ ആരാ എനിക്ക് മുറിച്ചു തരുന്നത്? ഹുബൈബിന്റെ തലയാരാണോ എന്റെ കയ്യിൽ കൊണ്ട് തരുന്നത്, ഞാനവൻ എന്റെ ശരീരം തരാ. സുബ്ഹാനല്ലാഹ്. ഒരു പെണ്ണിന്റെ കൂടെ കടക്കാനുള്ള കൊതി കാരണം ഊരി പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ ഓടുകയാണ്. സഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്നറിയണമല്ലോ. മുകളിൽ ചെല്ലുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയോ? ജീവനും കൊണ്ടോടുകയാണ്. തലവെട്ടാൻ പോയവന്മാര് മുഴുവനും മരണവപ്രാടത്തിലോടുകയാണ്. എന്താണ് നടന്നതെന്ന് കണ്ടില്ല, ഒന്നും കാണാനില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഉബൈബ തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ, അല്ലാഹുവേ, ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. പ്രവാചകന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, സ്വഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കി സഹാബ. ആരാ നബിയേ, ആരാ നബിയേ? അറിയുമോടാ ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബിന് അധികം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരാ? നിസ്കരിക്കാൻ പറ്റുമോ മോര്? നിസ്കരിക്കാൻ പറ്റുമോ മോര്? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ആര് പോയില്ലെങ്കിലും നീ പോകണമടാ ചെറുപ്പക്കാരാ. എല്ലാവരും നിന്നെ കളിയാക്കുമടാ. പടച്ചവനെ എങ്കിലും നീ പരിഗണിക്കരുത്.
നീ അത് കേൾക്കാത്തവനെ പോലെ നടക്കണം. എന്നിട്ട് നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. കഴിയുമോ പെങ്ങള്? എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, പെൺമക്കളും മരുമക്കളും വീടിനകത്തിരുന്ന് സീരിയൽ കാണുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ ഉമ്മ? രോഗം പിടിച്ച ബാപ്പ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വേച്ച് നടന്നു വന്ന് നീ നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഉപ്പാ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. എല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. നാട് മുഴുവനും അറിയുകയാണ്. ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് വെള്ളം തയ്യാറാക്കുകയാ. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വീടിന്റെ പുറകിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്റെ ശരീരം അടിച്ചു മാറ്റി, നിന്റെ അഴുക്കുകൾ മാറ്റി, നിന്റെ നജസുകൾ മാറ്റി, ആ സുഗന്ധമിട്ട വെള്ളം കൊണ്ട് നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്. നല്ലതുപോലെ കുളിപ്പിച്ചിട്ട് നിന്നെ ഉളുവെടുപ്പിക്കുകയാണ്. നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. എന്നിട്ടൊരാൾ പുറത്ത് വന്നിട്ട് പറയുന്നു, എല്ലാവരും മാറി നിൽക്കൂ, എല്ലാവരും മാറി നിൽക്കൂ. അതാ കൊണ്ടുവരികയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ടുവന്ന് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. എല്ലാവരും വന്നിട്ടുണ്ടോ? നിന്റെ വീട്ടിൽ ഇതുപോലെ ഒരിക്കലും ആള് കൂടിയിട്ടില്ല. അങ്ങനെ വിളിക്കാതെ ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ. ഒരാള് ചോദിക്കുന്നു, പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാ പെങ്ങളെ പഞ്ഞി തിരയുന്നതെന്നറിയുവോ? നിനക്കുള്ള ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ. പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. പടച്ചവനെ കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാ പോകുകയാ. തിരക്ക് കൂടിയപ്പോ അവര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിയാർ. അങ്ങനെ നിന്റെ ജനാസ പൊതിഞ്ഞു. ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിനകത്ത് നിന്നെ എടുത്ത് മലർത്തിക്കിടത്തി. ചെറുപ്പക്കാരാ, പള്ളി നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ മോനെ? നിറയുമടാ ചെറുപ്പക്കാരാ. ഉമ്മമാരേ, പള്ളി മുഴുവനും നിറയുകയാ. കാലുകുത്താ സ്ഥലമില്ല. ആര് വരുമെന്നറിയുവോ? ആര് വരുമെന്നറിയോ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാണ്. അള്ളാന്റെ മലക്കുകൾ ഇറങ്ങി വരുമടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉബൈബ് ഇബ്നു അദിയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരെന്നറിയുമോ? സ്വഹാബ, മലക്കുകളാ സ്വഹാബ. മലക്കുകളെ കബറടക്കിയ സ്വഹാബിയാണ് ഉബൈബ് ഇബ്നു അദിയ് എന്ന ചരിത്രം പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ബക്കറ്റ് വരില്ലേ? മരികാരൊക്കെ എന്താ പോയാ?
ബക്കറ്റ് പിരിവുണ്ടോ? എല്ലാവരും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരു നല്ല സദക്ക. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഏത് രോഗത്തെയും തട്ടിമാറ്റാൻ സദക്ക കഴിയുമടോ. 2 വയസ്സുള്ള ഒരു കുട്ടിയാണ്, 2 വയസ്സുള്ള ഒരു കുഞ്ഞിന് 6 പ്രാവശ്യം ഒരു മാസത്തിൽ തന്നെ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ നമ്മൾ കാണുന്നവരാ സഹോദര. എന്തെല്ലാം ക്യാൻസർ, ട്യൂമർ. ഇന്നൊരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി, ഒരു കിഡ്നി രോഗി ഇല്ലാത്ത വീടുകളില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം തളർന്നവർ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാ. എന്തെല്ലാം മാരക രോഗങ്ങളാ. 2 ദിവസം മുമ്പ് കാസർഗോഡ് വാഴ് എന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ കുടുംബത്തിൽ കടയിലെ ഷട്ടർ താത്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊന്ന് വയ്യാതായി കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം അങ്ങനെ വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദക്ക നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, വിപത്തുകൾ, രോഗങ്ങൾ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറോ ട്യൂമറോ പോലെയുള്ള ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഉണ്ടെങ്കിൽ ഈ സദക്കയിലൂടെ അള്ളാഹു അത് നിനക്ക് ശിഫയാക്കി തരും, അത് നിനക്ക് കരിച്ചു കളയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അൽഹംദുലില്ലാ അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക അള്ളാഹുവിനോട് പറയണം, പടച്ചവനെ മാരകമായ അറുത്തുമുറിക്കുന്ന കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ എന്ന നീയത്തോടെ എല്ലാവരും കൈകെട്ടിയിരിക്കേണ്ടവർക്കിരിക്കാം, മസിൽ പിടിച്ചിരിക്കേണ്ടവർക്കിരിക്കാം, അത് നിന്റെ ഇഷ്ടം. പക്ഷേ നിന്റെ വീടും നിന്റെ പറമ്പും വിറ്റാലും അത് പിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം, അങ്ങനെയുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. ആ ബക്കറ്റ് കൊണ്ടുപോകുന്നത് ഏറ്റവും ചെറിയ സബ് ജൂനിയർ വിഭാഗത്തിൽപ്പെട്ടവന്. നീ ഇത്തിരി സ്പീഡ് കുറയ്ക്ക്. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബറക്കത്തുണ്ട്. മെക്സിറ്റാരൊക്കെ പോയോ? എല്ലാവരും പോയോ? ഇത്തിരി സൗണ്ട് വീടും. ആരെല്ലാം ആ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നുണ്ടോ അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അപ്പോൾ 9:30 നിർത്താറായോ? അരമണിക്കൂറും കൂടില്ലേ? അരമണിക്കൂറും കൂടില്ലേ? ഒരു നന്മൂടെ പഠിച്ചൂടെ? ഒരു നന്മൂടെ പഠിച്ചൂടെ? നിങ്ങളും ഉണ്ടല്ലേ, ചെവി പോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ചോദിക്കാത്ത. അൽഹംദുലില്ലാ, നല്ല ഉഷാറാ നമ്മുടെ മക്കളല്ലേ എവിടുത്തെ പഠിക്കുന്നത്? പഠിക്കുമോ ഇതുപോലെയൊക്കെ? നാളെ മദ്രസയിൽ പോകുമ്പോൾ നിങ്ങളെ പ്രത്യേകം പരിഗണിക്കും കേട്ടോ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ എന്താ ഇരിക്കണില്ലേ? അപ്പൊ നിങ്ങൾ കമ്മിറ്റിക്കാർ വാത് കേൾക്കാതെ നാട്ടുകാരെ കേൾപ്പിച്ചിട്ട് എന്ത് കാര്യം? വാത് കേൾക്കേണ്ടത് കമ്മിറ്റിക്കാരെ കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാം അവിടെ ഇവിടെയൊക്കെ. പ്രസിഡന്റ് ഇവിടെ നിന്ന് ഇറങ്ങി പോയാ? അൽഹംദുലില്ലാ. അള്ളാഹു ഇവിടുത്തെ കമ്മിറ്റിക്കാരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലക്ഷൻ ആണോ? രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. നിങ്ങളുടെ ഇലക്ഷൻ ആണോ? അപ്പോൾ ഇലക്ഷൻ ഒന്നും വേണ്ട കേട്ടോ. പള്ളിയിൽ ഇലക്ഷൻ ഒന്നുമില്ല. ആര് പ്രസിഡന്റ് ആകണോ സെക്രട്ടറി ആകണോ എടുത്ത് കൈ കൊടുത്തേക്കണം ഇൻഷാ അല്ലാഹ്. ഇന്ന് പള്ളികളിലൊക്കെ തെരഞ്ഞെടുപ്പാടോ. ഞാനിങ്ങനെ വഴുത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പള്ളിയുടെ മുമ്പിൽ 3 ഫ്ലെക്സ് ഇരിക്കുന്നത് കണ്ടു. 32 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ചിഹ്നമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, പള്ളി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാ പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ പള്ളികൾ എന്തിന്? പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടോ? ഇല്ല. എന്നിട്ടും പള്ളിയിൽ കമ്മിറ്റിക്കാരാകാൻ. സുബ്ഹാനല്ലാഹ്. പണ്ടൊക്കെ ആൾക്കാർ പോയിട്ട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് വേണ്ട, ഞാനാവില്ല. എല്ലാരും കൂടെ വീട്ടിൽ ചെന്നിട്ട് പറയും, നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം, ഖജാൻജി ആവണം. അതാണ് എനിക്ക് വയ്യ. ആരെങ്കിലും ഉണ്ടെന്ന് നോക്കിക്കോളെ, എനിക്ക് അതിനുള്ള അർഹതയില്ല. അവര് വേണ്ട എന്ന് പറയും. ഇന്ന് വീട്ടിൽ പോയിട്ട് പറയാം, അളിയ പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ നീ കൈവെക്കണം, വേണേ കൈമടക്കം കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ന് പറയുന്ന പൊതുയോഗത്തിൽ എൻ്റെ പേര് പറയുമ്പോൾ നീ വെക്കണം, കൈവെക്കണം, എല്ലാവരും കൂലത്തൊക്കെ പേര് വിളിച്ച് പാസ്സാക്കി വെക്കണം, എനിക്കാകണം. പേടിയൊന്നും ഇല്ലടോ ഇന്ന് ഉമ്മത്തിന്. പണ്ട്
ഈ പ്രായമുള്ളവര് പള്ളി വരുമ്പോ ചെരുപ്പിടത്തില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. ഒരു പള്ളിയുടെ ഗേറ്റിന് അവിടെ വരുമ്പോ ചെരുപ്പ് ഊരി കളയും, അല്ലെങ്കിൽ ഇറങ്ങി പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ ഗേറ്റിൽ തട്ടും. ചോദിക്കും, എന്താ വാപ്പാ? ഇത് പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റി, അതുകൊണ്ട് ഇനി വെളിയിലിട്ട അള്ള വല്ലതും ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട്. പള്ളിയിലെ മണ്ണെടുത്തുകൊണ്ട് അള്ളാടല്ലേ, അത് കാലിന്റെ ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അത് കൊണ്ടുപോയി പള്ളിയുടെ പുറത്തിട്ട ചിലപ്പോ അള്ള ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാത്ത ചെരുപ്പൂരിടാത്തത്. അത് പണ്ട്. ഇപ്പൊ പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. പള്ളിയുടെ ബാത്റൂമിലെ ചെരുപ്പില്ലേ, ആ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടേക്ക. അവിടത്തെ കപ്പ് വരെ ചങ്ങലയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തിനാന്നറിയില്ല. ചോദിച്ചാൽ പറയും താഴെ വീഴാതിരിക്കാം. പിന്നെ സുബ്ഹാനല്ലാഹ്, അവനവന്റെ ചെരുപ്പ് കണ്ടാൽ എല്ലാവർക്കും അറിയത്തില്ല. എന്തിനാ ഈ പള്ളിയിലെ ചെരുപ്പിലെ മൂക്ക് വെട്ടണം? എൻ്റെ ആവശ്യം എന്തും എനിക്കിന്ന് വരെ തിരിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ എന്താ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിക്കകത്ത് കിടക്കുമ്പോൾ ആൾക്കാർ ഉറങ്ങുന്ന വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയില്ല എന്ന് കൊണ്ടുവന്ന് തലകണയുടെ അടിയിൽ പൈസ വെച്ചിട്ട് പോകും. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അവർ നോക്കും വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന്. കാരണം അങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് പള്ളിക്കകത്തിരിക്കുന്നവൻ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കണം വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. അച്ഛനെ കാണുന്നില്ല. കാരണം ജുമാ കഴിഞ്ഞ് ഇറങ്ങും, ഉസ്താദ് പറയും അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജ് ചെയ്ത കൂലിയാണ്. ഇറങ്ങും, ഫസ്റ്റ് കാലി കിട്ടുന്ന ചെരുപ്പ് വിടും, ഒറ്റ പോക്ക കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ ഇവിടുത്തെ കമ്മിറ്റിക്കാരാരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചങ്ങായി പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചങ്ങാതി എനിക്ക് അറിയണേ. അള്ളാഹു നല്ല രീതിക്ക് പരിപാലിച്ച പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം. ഇല്ലെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുക. ഞാൻ പറയണത്, ഈ പണിക്കൊന്നും നിൽക്കരുത് ഒരിക്കലും. തെരഞ്ഞെടുപ്പോ ഇലക്ഷൻ ഒന്നുമില്ല, ആരെങ്കിലും ആയിക്കോല്ല, എന്താ വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ടേക്കണം. ഖുർആനിലെ ഒരായത്ത്, ചില പെണ്ണുങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഭർത്താക്കന്മാരൊക്കെ പ്രസിഡന്റ് ആവണം. വേണ്ട കേട്ടാ, എൻ്റെ താത്താമാരോട് ഞാൻ പറയാ, കഴിവിന്റെ പരമാവധി ഇത് ഏക്കാതിരിക്കല നല്ലത്. ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന ഒരാളും ഈ പണിക്ക് നിൽക്കൂല. അതാ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയുന്ന ഒരാളും പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആകാനോ ധൈര്യം ഉണ്ടാകില്ല. അത്രയ്ക്കും വലിയ കാര്യമാണ് പള്ളി പരിപാലിക്കുക എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ആയത്ത് പറഞ്ഞു തരുന്നില്ല, ചിലപ്പോൾ ഇവര് രാജിവെച്ചാലോ. വേണ്ട, ആരെങ്കിലൊക്കെ വേണ്ടേ. ഞാൻ പറയണ കേട്ടിട്ട് കണ്ട ഇമാമ് പറഞ്ഞേട്ടോ, പെണ്ണുമ്പിള്ള പറയട്ടോ, അങ്ങനെ പറഞ്ഞേട്ടോ, വേണ്ടെന്ന് പറഞ്ഞിന് കളഞ്ഞാലോ. അപ്പൊ നിങ്ങൾക്കുള്ളതല്ല ഇത്. ഒന്നിരുന്നാ കൊള്ളാമെന്ന് മനസ്സിൽ ആഗ്രഹമുള്ളവരോടാ ഞാൻ പറഞ്ഞത് കേട്ടോ. വേണ്ട കേട്ടോ, നല്ലത് ഏറ്റവും നല്ല എന്താ, അത് അവൻ അർഹതപ്പെട്ടവര് നടത്തട്ടെ. അറിവുള്ളവര്, പക്വതയുള്ളവർ, ഇത്തിരി ക്ഷമയുള്ളവര്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് അൽഹംദുലില്ലാഹ് പള്ളി പരിപാലിക്കേണ്ടത്. അള്ളാഹു ഈ പാവങ്ങൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇപ്പൊ ഒരു നന്മയോടെ പഠിച്ചൂടെ? രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. വഅദ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കും അല്ലാഹുവിന് മാത്രമേ അറിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയുമോ? അത് അല്ലാഹുവിനോട് ഏറ്റുപറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാതെ നിങ്ങൾ മരിക്കല്ലേ, തൗബ ചെയ്യാതെ നിങ്ങൾ മരിക്കല്ലേ. തൗബയുടെ വാതിലടയുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഏറ്റുപറയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട്, അസ്റായിൽ വരുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അള്ളാഹിനോട് പറയണം. അപ്പൊ എപ്പോഴാ തൗബ ചെയ്യാൻ പറ്റുക? മരിക്കൂന്ന് എപ്പോഴാന്ന് അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ.
മരണം വരുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. അപ്പൊ ഉസ്താദ് എപ്പോഴാണ് മരണം വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തുമില്ല. ഇപ്പൊ വേണമെങ്കിലും വരാം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഇന്ന് ചെയ്യാൻ പറ്റിയ ഇന്ന് ചെയ്തോണം. കാരണം ഇവിടുന്ന് വീടെത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ പോയിട്ട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ആളെ കിട്ടാത്ത കാലം. പള്ളിയിലെ ഖത്തീബ് ദുആ ചെയ്യും പാപം, നിസ്കാരം കഴിഞ്ഞിട്ട്. ഉസ്താദ് ദുആ ചെയ്യുന്ന സമയം ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയാ അല്ലാഹ് ചെയ്യണേന്ന്. ഇതാണ് സത്യത്തിൽ ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. ഉസ്താദിന് തന്നെ ചിന്തിക്കാറുണ്ടല്ല, ആർക്കല്ല ഞാൻ ചെയ്യണേ. കാരണം സദ്യ ഇന്നായിരിക്കണ പോലെ വാപ്പാമാരങ്ങിട്ടിരിക്കുക, ഇല ഇട്ട് വിളമ്പി കൊടുത്താൽ മതി. കൈ ഇങ്ങനെ പോലെ എത്ര പേരുണ്ട് സഹോദരൻ? ഞാൻ ചോദിക്കട്ടെ, പള്ളിക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുടെ മുമ്പിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണമെന്ന് എത്ര പേര് ഉയർത്തും? ഇട്ടേക്ക ഇങ്ങനെ. പലരും കൈ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, തളർന്നു കിടക്കുക. അള്ളാഹു ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. പലരും കൈ ഉയർത്തിപ്പിടിക്കാറല്ലോ. ഉസ്താദ് ചിന്തിക്കുന്നത് എന്തറിയോ, ഞാൻ ആർക്കല്ല ഇത് ചെയ്യണം? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ ഇന്ന് പല കാര്യങ്ങള് ഞാന് പഠിച്ചിറങ്ങി ഒരു പള്ളിയിൽ ജോലിക്ക് പോയപ്പോ ഒരു മരണ വീട്ടിൽ ദുആയ്ക്ക് പോയി. 3 or 7 കണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിൽ പോയപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു ഉസ്താദുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ പോയിരുന്ന് യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ എൻ്റെ കൂടെയുള്ള ഉസ്താദ് പറഞ്ഞു, കാക്ക ദുആ ചെയ്യാൻ പോന്നു, വാ. ചെയ്ത ഉസ്താദെ. അവരെല്ലാം പുറത്ത് നിൽക്കുക, നമ്മളോട് പറയുന്ന ദുആ ചെയ്തോളാം. ഞാനും അയാളും മാത്രമേ ഉള്ളൂ. 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ടും കുടുംബക്കാര് വരുന്നില്ല. അവര് ചെമ്പ് പൊട്ടിക്കുക, ബിരിയാണി വിളമ്പണ്ടേ. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടി ആമീൻ പറയാൻ വിളിച്ചിട്ട് ആരും വരാതെ വന്നപ്പോ ഞാൻ എന്തായാലും ഒരു യാസീൻ ഓതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ മരിച്ചുപോയ വാപ്പാടെ കബറിലേക്ക് എത്തിച്ചേക്കണം. കാരണം എന്തേ? അവർക്കാർക്കും വേണ്ട. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ഉടനെ എന്റെ കൂടെ ഇരുന്ന ഉസ്താദ്, ശ്രേഷ്ഠ ഇയാളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കണ അല്ല. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഇതുപോലെ പള്ളിയിലെ ഖത്തീബും നിസ്കാരം കഴിഞ്ഞിട്ട് ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഉസ്താദ് ദുആ ചെയ്യുമ്പോ സദ്യ ഉണ്ടായിരിക്കുകയല്ല, കൈ പിടിക്കാൻ വയ്യ, ചാരി ചിലതങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ട് തുണി പോയിട്ട് കാലും നീട്ടിയിരിക്കുന്നുണ്ട്. അള്ളാഹു ഞാനൊന്നും പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ദുആ. പിന്നെ ഉണ്ടോ ഇല്ലയോ അടുത്ത വിഷയം വേറെ. നിസ്കാരം കഴിഞ്ഞ് ദുആ ഉണ്ടോ, കൂട്ടപ്രാർത്ഥന ഉണ്ടോ, അത് വേറെ വിഷയം. അങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ, അതല്ലേ ഇതല്ലേ, അങ്ങനെ കുറെ എണ്ണം. നമ്മുടെയൊക്കെ ദുആ ഇതാ. എടോ തൗബ ചെയ് സഹോദര. എന്താ ഈ തൗബ എന്ന് പറഞ്ഞ? 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങി പോവാ, അത്രയൊക്കെ തെച്ചിട്ട് എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. അന്നങ്ങ് എന്തൊക്കെ കലത്തി വെച്ചിരിക്കുക തൗബ. പ്രത്യേകിച്ച് അന്ന് മാത്രം പോയി ചെയ്യുന്ന ഒരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ പാപം? നിങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പാപം ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ചെയ്തേണ്ട ചുമക്കരുത്. പാപം ചെയ്തവൻ ചുമക്കരുത്, അവൻ തൗബ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹിനോട് പറയണം പാപം. നീ ചെയ്തത് റബ്ബിനോട് പറ. ഒരു സഹാബി വന്ന് നബി തങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ തൗബ ചെയ്തു, പിന്നെയും ചെയ്തു, എന്ത് ചെയ്യണം? എടാ ഒരുത്തൻ കള്ളു കുടിച്ചു. അള്ളാഹുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചോനെ ഞാൻ കള്ളു കുടിച്ചല്ല, ഇനി മേലെ ഞാൻ കുടിക്കത്തില്ല പടച്ചോനെ. പിറ്റേ ദിവസം പോയിട്ട് വീണ്ടും കുടിച്ചു, എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, നീ വീണ്ടും ചെയ്യും. ഇപ്പൊ പിന്നെയും അള്ളാഹിനോട് പറഞ്ഞ് ചെയ്യത്തില്ല. പിന്നെ പോയിട്ട് വീണ്ടും അടിച്ചു. വീണ്ടും അള്ളാഹുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും ചെയ്യത്തില്ല പടച്ചവനെ. പിന്നെയും കള്ളു കുടിച്ചു, പിന്നെയും തൗബ ചെയ്തു, പിന്നെയും കള്ളു കുടിച്ചു. ഈ ചങ്ങാതി ചോദിക്കുന്നതിനനുസരിച്ച് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ തൗബ ചെയ്യ്, നീ തൗബ ചെയ്യ്, നീ തൗബ ചെയ്യ്, നീ. ഈ ചങ്ങാതി എന്നെ അവസാനം ചോദിച്ചു, നബിയെ ഏതുവരെ ഞാൻ ഇനി തൗബ ചെയ്യണം? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശൈത്താൻ നിന്റെ മുമ്പിൽ തോക്കണം. ശൈത്താന് മനസ്സിലാകണം, ഇനി ഇവനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം എന്തേ? ഇവൻ പിറ്റേ ദിവസം തൗബ ചെയ്യും, പിന്നെ എന്തിനാ ഇവനെ കുടിപ്പിക്കണേ? ശൈത്താൻ തോറ്റു പരാജയപ്പെടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താൻ തോറ്റു പോണം. ഇനി ഇവന്റെ എന്തിനാ കാര്യം? ഇവൻ ചെയ്യും ദുആ ചെയ്യും, പിന്നെന്തിനാ? ഇതുപോലെ നമ്മൾ തൗബ ചെയ്യണം സഹോദര. എടോ ദുആ ചെയ്യ്, നീ എന്തിനാ മടിക്കണേ? എടോ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നമുക്കറിയില്ല. എന്താണ് തൗബ? 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കരച്ചലോ നിലവിളിയോ ബഹളവോ ഒന്നും അല്ലടോ. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നീ പറയുന്നത് ഒരു അസ്തഗ്ഫിറുല്ലാഹയും തൗബയാ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതും തൗബയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ ആ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറ. എങ്ങനെ പറയണമെന്നറിയോ?
ഞാനൊരു കഥ പറഞ്ഞുതരാം, ഒരു ചരിത്രം പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും തന്റെ ജനതയെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ ഉമർ തങ്ങൾ ഒരു രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുത്തം വരുന്നുണ്ട് അവിടെ നിന്നിട്ട്, ഒരു ചങ്ങാതി അവിടെ നിന്നിട്ട് വരുന്നുണ്ട്. ഓൻ ഉമർ തങ്ങളെയും കണ്ടു, ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു. രണ്ടുപേരും നേർക്ക് കണ്ടു. പടച്ചോനെ, ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. കള്ളും കയ്യിൽ പിടിച്ചോണ്ടാ ഈ ചങ്ങാതി വരുന്നേ. ഓടാനൊന്നും പറ്റത്തില്ല. ഉമർ തങ്ങൾ കണ്ടു, ഖലീഫയാ ഉമർ. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവനെ, ഉമർ ഒരു കരുണയും കാണിക്കാത്ത ചങ്ങാതി, ഉറപ്പ് എന്ത് ചെയ്യോല്ല. ഇയാളുടെ വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഈ മനുഷ്യൻ നല്ല ആളാണെന്ന്. തടിയും തഴമ്പൊക്കെ വെച്ച് അങ്ങനാണല്ലോ അല്ലേ? പലിശയ്ക്ക് കൊടുക്കുന്ന ഹാജിയാക്കന്മാരില്ലേ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. താടിയും തഴമ്പൊക്കെ. ഞാനൊരിക്കൽ പലിശയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ, ലോട്ടറിയെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് ലോട്ടറി കച്ചവടമാ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ ഗതികേട് കൊണ്ടായി കച്ചവടം ചെയ്യുന്നത്. പക്ഷെ ഉസ്താദ് പള്ളിയുടെ ഫ്രണ്ടിൽ സഫിലിരിക്കുന്ന ഹാജിയാക്കന്മാരെ കണ്ടിട്ടാ ഇത് പറഞ്ഞതെങ്കിൽ ഞാൻ പലിശയ്ക്ക് എടുക്കുന്ന ആളും അവിടെ ഇരിപ്പുണ്ട് ഉസ്താദ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ് അവരുടെ താടി കണ്ടിട്ടാ പറഞ്ഞെങ്കിൽ ഞാൻ 40 കൊടുക്കുന്ന 100-ന് 10 അങ്ങണ്ട് 1000-ന് എത്ര കൊടുക്കുന്നവരുണ്ടോ? അങ്ങനെയുള്ള ഇല്ലാന്നൊന്നുമില്ല. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒക്കെ പണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം ലോട്ടറി ഒക്കെ എടുക്കുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് ഓണത്തിനാന്ന് തോന്നുന്നു, ഞാനും കുടുംബവും കൂടെ പോകുമ്പോ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, 25 കോടി എത്ര ആയിരുന്നപ്പാ ഓണം, എത്ര കോടിയായിരുന്നു? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, നിങ്ങളൊക്കെ മലക്കുകള്. പടച്ചവനെ എടുത്തിട്ട് അടിക്കാത്തതിന്റെ സങ്കടത്തിൽ ഇപ്പോഴും നടക്കുക. എത്ര ആയിരുന്നോ? 25 അല്ലേ? 25 കോടി എങ്ങാണ്ടല്ലായിരുന്നോ? ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് 25 കോടിയാ. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഇത് ഹറാമാ. ആ പാവത്തിന് അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞു ഇത് പാവ, എടുക്കാൻ പാടില്ല. ആ അമ്മ എന്നെ നോക്കിയിട്ടൊരു ചിരി ചിരിച്ചു. എന്നെ കളിയാക്കിയതാ അവര്. എന്നെ നോക്കിയിട്ടൊരു ചിരി ചിരിച്ചു. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തേ അമ്മ ചിരിക്കണേ? അല്ല മോനെ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാ ഞാനെന്ന്. നമ്മുടെ ഒരു കാക്കാടെ കടയിൽ നിന്ന് ഇത് എടുത്തോണ്ട് വന്നിട്ട് ഈ പാവം വിൽക്കുന്നത്. അല്ലാഹു അഅലം. പടച്ചോനെ, പള്ളിക്കകത്തിരുന്ന് ഉസ്താദ് ദുആ ചെയ്യാം. ഉസ്താദ് ദുആ ചെയ്യുമ്പോ പതിവില്ലാതെ ഒരു ആമീൻ കേൾക്കുന്നുണ്ട്. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഈ ആമീൻ പറയണേ? ഉക്കുമ്പര് ചങ്ങാതി 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയുന്നുണ്ട്. ഈ അപ്പൊ ഉസ്താദ് ഉഷാറായി. ഉസ്താദ് വീണ്ടും ദുആ കൂട്ടി. ചങ്ങാതി ആമീൻ 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 ആമീൻ. തലയൊക്കെ കുനിഞ്ഞിരുന്ന് ഉറങ്ങണ വാപ്പൊക്കെ പൊക്കി നോക്കി, ആരാ അല്ലാഹ് ഇത് പതിവില്ലാതെ ആമീനൊക്കെ പറയണേ? ഉസ്താദ് ഈ ആമീൻ പറയണ ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ 2 കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവന്റെ പോക്കറ്റിൽ നാളെയാണ് ശനിയാഴ്ച മുമ്പ് ഇത് വെച്ചോണ്ട് ആമീൻ പറയണത്. ഇതാടോ ഇന്നത്തെ കാലം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചങ്ങാതി നല്ലവനാണെന്ന ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നേ. ഇയാളുടെ മനസ്സിൽ വിഷമം. പടച്ചവൻ എന്ത് ചെയ്യോ അല്ലാഹ്. ആ മനുഷ്യൻ എന്ത് പറഞ്ഞെന്നറിയോ? 2 കണ്ണും അടച്ചു പിടിച്ചു. 2 കണ്ണും അടച്ചു പിടിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞാൻ ചെയ്തത് തെറ്റ, സമ്മതിച്ചു. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ, ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ കൈ കൊണ്ടുപോലും കള്ളു തൊടൂല. ഒറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കണ കാലം വരെ ഞാൻ കുടിക്കുന്നത് പോയിട്ട് തൊടുക പോലും ഇല്ല പടച്ചവനെ. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ സലാം പറഞ്ഞു മുമ്പിലെത്തി. ഇസ്ലാം ഇവിടെ പോയടോ, എന്താ കയ്യിലെന്താ? കൈ ഇങ്ങനെ കുപ്പിയിരിക്കല്ലേ. ഉമർ തങ്ങൾ വെച്ച് കയ്യിലെന്താന്ന് ഈ ചങ്ങാതി പറഞ്ഞു, അത് സുർക്കയാണെന്ന്. സുർക്കയാ, ഇങ്ങടാ. ഉമർ തങ്ങൾ പിടിച്ചു തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുർക്കയായി മാറി. ഇവിടെ പഠിക്കേണ്ട 2 ചരിത്രം. ഓൻ എന്ത് ധൈര്യത്തിലാ കള്ള് സുർക്കയാണെന്ന് പറഞ്ഞത്? അവൻ എന്ത് ധൈര്യത്തിലാ പറഞ്ഞേ? എന്റെ റബ്ബന്നെ കൈവിടില്ലെന്നുള്ള വിശ്വാസം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ മരിക്കുന്ന കാലം വരെ ഞാൻ ഇനി തൊടില്ല. അല്ലാഹു ആ കള്ള് സുർക്കയായി മാക്കി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.